ഋഷിരാജ് സിംഗിനെ വീട് അന്വേഷിക്കാൻ പോയതിൽ നിന്നാണ് ചാരക്കേസ് കണ്ടെത്തിയത്. അതെ അതെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതാണ് സത്യം. ചാരക്കേസിന് ആസ്പദമായ സംഭവം നടന്നിട്ടുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അത് രണ്ടും രണ്ടാണ്. നോക്കുക എങ്ങനെയാണ്, അതായത് ചിലരൊക്കെ പറഞ്ഞു കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലോകൈക ശാസ്ത്രജ്ഞനായിരുന്നു, ഞാൻ അമേരിക്കൻ പൗരനാകാനായിട്ട് അമേരിക്കക്കാർ നിർബന്ധിച്ചു, ഞാനായില്ല, അതിൻ്റെ പേരിൽ ഇന്ത്യയിൽ വന്ന് ഞാൻ ക്രയോജനിക് എൻജിൻ ഉണ്ടാക്കാൻ ശ്രമിച്ച സമയത്ത് CIA നേതൃത്വത്തിൽ ഇവിടെ വന്ന് എന്നെ പിടിച്ചുകൂടി, അതോടുകൂടി ഇന്ത്യയുടെ ക്രയോജനിക് എല്ലാം തീർന്നു എന്നാണ് ചിലർ പറഞ്ഞു കിടക്കുന്നത്. ഇപ്പം മറുകണ്ഠം ചാടി എല്ലാ മാധ്യമങ്ങളും എനിക്കറിയില്ല, എന്തായാലും അവരെല്ലാം പൊക്കി നടക്കുന്നത് അങ്ങനെയാണ്. ഇതിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇതിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനോ ഒക്കെ ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെയെങ്കിലും പബ്ലിക്കിനോട് പറഞ്ഞിരുന്നെങ്കിൽ കുറേ പേർക്ക് മനസ്സിലാകുമായിരുന്നു. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ CBIക്ക് ഒരു സ്റ്റേറ്റ് അന്വേഷിക്കാൻ ഒരു കേസ് കൊടുത്തിട്ട് അത് രണ്ടാമത് സ്റ്റേറ്റ് ഏറ്റെടുത്തിട്ട് അന്വേഷിച്ച ഒരേ ഒരു സംഭവമേ ഉള്ളൂ, അത് എസ്ര കേസാണ്. ആ ഉദ്യോഗസ്ഥൻ ഞാനായിരുന്നു. അന്ന് എന്നെ ഈ കേസ് ഏൽപ്പിച്ചത് ശ്രീ E.K. നായനാരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ നിർബന്ധിച്ച്, ഞാനന്ന് എഴുതി കൊടുത്തു, ഇതിലെ നിയമപ്രകാരമുള്ള തെറ്റുകൾ എന്താണെന്ന് എഴുതി തരുന്നു പറഞ്ഞു സാറിനോട്. ഞാൻ പറഞ്ഞു, ഇനിയിപ്പം ആ ദിവസം എല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നെ അന്ന് ഈ 96 ജൂൺ 24 വരെ എന്നെ ആരും അവിശ്വസിക്കുന്നില്ല, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായിട്ട് നീതിപൂർവമായിട്ടൊരു കാര്യം ചെയ്യുന്നതിൽ ആരെങ്കിലും അത് പിന്നീട് പോയി കാത്തിരുന്ന് കണ്ട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ പോകാറില്ല. ഈ കേസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 2 കേസാണ്. ആദ്യം മനസ്സിലാക്കുക, ആദ്യം ക്രൈം 225/94 വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു കേസുണ്ട്, അതാണ് തുടക്കം. ആ കേസിൻ്റെ തുടക്കത്തിന് എന്താ കാരണം? ആ കേസിൻ്റെ തുടക്കത്തിന് കാരണം ശ്രീ ഋഷിരാജ് സിംഗ് തിരുവനന്തപുരം DCP ആയിട്ട് അവിടെ ജോലി ചെയ്യുമ്പോൾ മിസ്റ്റർ VR രാജീവൻ ഇവിടെ കമ്മീഷണറാണ്, മിസ്റ്റർ രാമൻ ശ്രീവാസ്തവ എന്ന് ഇവിടുത്തെ IG ആണ്. നോക്കണം, അപ്പോൾ എൻ്റെ IG പ്രതിയാകുമെന്നും പറഞ്ഞല്ല താഴത്തൊരു ആൾ കേസെടുത്തത്, അതൊന്നുമല്ല. അന്ന് ഋഷിരാജ് സിംഗ് അന്ന് IPS ആർക്കൊന്നും ഒരു കോട്ടേഴ്സില്ല, ഇപ്പോഴും കുറവാണ്, പക്ഷേ ആദ്യത്തേലും കൂടുതലുണ്ട്. ഒരു വീട് വാടകയ്ക്ക് എടുക്കാമെന്ന് വെച്ചാൽ, ഞാനൊക്കെ അന്ന് വാടകയ്ക്ക് താമസിക്കുന്ന സമയമാണ്, സാമാന്യം നല്ല വീടുകളൊന്നും കിട്ടില്ല. എല്ലാം അപ്പോൾ ഈ അന്വേഷിക്കുമ്പോൾ ആൾക്കാർ പറയും ഇതെല്ലാം മാലിക്കാർ വാടകയ്ക്ക് എടുത്തെന്ന് പറയും. അപ്പോൾ ഋഷിരാജ് സിംഗ് അന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിലുണ്ടായിരുന്ന ഇൻസ്പെക്ടർ വിജയനോട് പറഞ്ഞു, വിജയ് എന്താണ് ഈ മാലിക്കാർ മുഴുവൻ ഇത്ര വില കൊടുത്ത് ഇവർക്ക് ഇത്രയും വീടുകൾ എടുക്കാൻ പറ്റുന്നത്? നോക്കൂ, ഒരു IPS ഓഫീസറായിട്ടുള്ള എനിക്ക് ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ഒന്നുമില്ലാതെ അവിടെ നിന്ന് മാലിയിൽ നിന്ന് വന്നിട്ട് ഇവരെങ്ങനെ ഇത്ര വില വാടക കൊടുത്ത് വീടുകൾ എടുക്കുന്നത്? ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി അന്വേഷിക്കുമ്പോഴാണ് സമ്രാട്ട് ഹോട്ടലിൽ ചെല്ലുകയും അവിടെ നിന്ന് മറീൻ റഷീദയുടെ ഇത് കണ്ടെത്തുകയും അതിനുശേഷം അതിന് അവരുടെ പാസ്പോർട്ട് വയലേഷൻ ഒരു കേസ് ഉണ്ടാക്കുകയും അതിൽ അന്വേഷണം നടത്തുമ്പോഴാണ് അവരുടെ കോണ്ടാക്ട്സ് ആരെന്നൊക്കെ കണ്ട് അതിൽ ഇവിടെ ഇതിൻ്റെ വരികയും അതിനെ തുടർന്ന് 246/94 എന്ന് പറയുന്ന വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ ക്രൈം, അതാണ് നിങ്ങൾ ISRO കേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊരു പെണ്ണ് കേസായിട്ട് ലഘൂകരിക്കാൻ ആൾക്കാർ ശ്രമിച്ചില്ലേ? അല്ല, അത് അറിയാത്തവരായിരിക്കും. പക്ഷേ അതിൽ കാര്യം ഇത്രയേ ഉള്ളൂ, അത് എന്നെ സംബന്ധിച്ചുള്ള ഇത്രയേ ഉള്ളൂ. എന്നെ ഇതിൽ ഏൽപ്പിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 3 കേസിൽ പ്രതിയാകേണ്ടി വന്നു. അതിൽ പലപ്പോഴും എനിക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് കേസുകൾ നോക്കേണ്ടി വന്നിട്ടുള്ളത്, കേരളത്തിലെ ഒരു പർട്ടിക്കുലർ കേസ് അന്വേഷിക്കുന്ന സമയത്ത് എൻ്റെ പേരിൽ 36, അതെല്ലാം ഒഫീഷ്യലായിട്ട് വേണ്ടതാണ്, പക്ഷേ എൻ്റെ പേര് എഴുതിയിടും, 36 കേസുകളാണ് സുപ്രീം കോടതിയിൽ വന്നത്. മനസ്സിലാവുന്നുണ്ട്? ആ കേസിൽ CBI ഇത് കവറപ്പ് ചെയ്തു താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ കേസിൽ വാസ്തവത്തിൽ നടന്നിട്ടുള്ളത് സത്യം എന്താണെന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. കാരണം ആ വിധത്തിലുള്ള അന്വേഷണം എനിക്ക് നടത്താൻ പറ്റിയിട്ടില്ല. ISROയിൽ സ്പൈ വർക്ക് നടത്തിയോ ഇല്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത്, അത് കേസ് ഏറ്റെടുത്തതിന് ശേഷം 3-4 ദിവസത്തിന് ശേഷം അതിൽ പിന്നീട് ശരിയായ ഒരു അന്വേഷണം നടന്നില്ല, അത് അവസാനിപ്പിക്കാനുള്ള അന്വേഷണം മാത്രമേ നടന്നുള്ളൂ.